ഭൂമിയുടെ അവസാനം അല്ലെങ്കിൽ ലോക അവസാനം ഉണ്ടാകുമോ എന്നൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ ഇപ്പോഴിതാ അത്തരത്തിൽ ശാസ്ത്ര ലോകത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഭൂമിയുടെ അവസാനം സംഭവിക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ പുറത്തുവിടുകയാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ. ലോകാവസാനത്തിന് തുടക്കം കുറിക്കുന്ന ചില ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ ചന്ദ്രനിൽ നിന്നും സംഭവിക്കുമെന്നാണ് നാസ പറയുന്നത്. അതിൽ എടുത്തു പറയുന്ന ഒന്ന് ചന്ദ്രനിൽ നടത്തുന്ന ഖനനമാണ്. ചന്ദ്രനിൽ ഖനനം ആരംഭിക്കാൻ പല രാജ്യങ്ങളും ചില സ്വകാര്യ സ്ഥാപനങ്ങളും രഹസ്യമായി പദ്ധതികൾ തയ്യാറാക്കിയതായിട്ടാണ് നാസ പുറത്തുവിടുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഭൂമിയുടെ അന്ത്യത്തിന് പോലും ഇത് കാരണമായേക്കുമെന്നും നാസ മുന്നറിയിപ്പ് നൽകുന്നു. നമുക്കറിയാം, മുൻപ് ചന്ദ്രനിൽ നിന്ന് ചൈനയുടെ ചാങ്-ഇ-5 പേടകം മണ്ണ് ശേഖരിച്ചെത്തുകയും തുടർന്ന് തന്മാത്ര രൂപത്തിലുള്ള ജലം ചന്ദ്രനിലുണ്ട് എന്ന് ഇവർ ഗവേഷണം നടത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് ഗവേഷണ കേന്ദ്രം തന്നെ ചന്ദ്രനിൽ തുടങ്ങാനും ചൈന പദ്ധതിയിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. പിന്നാലെയാണ് ചൈന ചന്ദ്രനിൽ ഭൂമി വാങ്ങിയിരുന്നു. മാത്രമല്ല, എത്രയും വേഗം അവിടെ ഒരു ബേസ് നിർമ്മിക്കണമെന്നാണ് ചൈന ആഗ്രഹിക്കുന്നത്. അതായത് അടുത്ത 5 വർഷത്തിനുള്ളിൽ ചന്ദ്രനിലെ മണ്ണ് ഉപയോഗിച്ച് ചന്ദ്രന്റെ അടിത്തറ ഉണ്ടാക്കാൻ ചൈനയ്ക്ക് പദ്ധതി ഉണ്ടെന്നാണ് വിവരങ്ങൾ. അത് മാത്രമല്ല, ഇപ്പോൾ ചന്ദ്രനിൽ ഖനനം ആരംഭിക്കാൻ പോകുന്ന കാര്യം നാസ പുറത്തുവിടുമ്പോൾ അങ്ങനെയൊന്ന് സംഭവിച്ചാൽ അത് ഭൂമിയുടെ അവസാനമാകുമെന്നും ഭൂമിയിൽ ചന്ദ്രൻ ചെലുത്തുന്ന ആകർഷണ ബലത്തെ ഇത് ദോഷകരമായി ബാധിക്കുമെന്നാണ് നാസ പറയുന്നത്. അങ്ങനെയൊന്ന് സംഭവിച്ചാൽ അത് ഭൂമിയുടെ അവസാനമാകുമെന്നും ഭൂമിയിൽ ചന്ദ്രൻ ചെലുത്തുന്ന ആകർഷണ ബലത്തെ ഇത് ദോഷകരമായി തന്നെ ബാധിക്കുമെന്നും പറയുന്നു. സമുദ്രത്തിന്റെ ഘടനയും സ്വഭാവത്തെയും ഇത് ഗുരുതരമായി തന്നെ ബാധിക്കും. അതോടെ ലോക അവസാനത്തിന് ഇത് തുടക്കമാകുമെന്നും നാസ വ്യക്തമാക്കുന്നു. അത് മാത്രമല്ല, ചന്ദ്രനിലെ ഖനനത്തിന് മറ്റു ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ചാന്ദ്ര ഖനനം തൊഴിലാളികളുടെ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും അപകടകരമാകും. കുറഞ്ഞ ഗുരുത്വാകർഷണം, അസ്ഥികളുടെ നഷ്ടം, ഹൃദയാഘാതം, ദുർബലമായ പ്രതിരോധ ശേഷി എന്നിവയ്ക്ക് കാരണമാകും. റേഡിയേഷനുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നത് അർബുദവും ഫെർട്ടിലിറ്റി പ്രശ്നങ്ങളും ഉയർത്തുമെന്നും കണ്ടെത്തിയിരിക്കുന്നു. മാത്രമല്ല, ഇതിനു മുമ്പ് തന്നെ സൂര്യന്റെ ആയുസ് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഭൂമി അവസാനിക്കുമെന്നുള്ള വിവരങ്ങൾ ISROയും പങ്കുവച്ചിരുന്നു. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടറും നിയുക്ത ISRO ചെയർമാനുമായിരുന്ന എസ് സോമനാഥ് ആയിരുന്നു അന്ന് ഭൂമിയുടെ അവസാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറം ലോകത്തേക്ക് അറിയിച്ചത്. ഭൂമിയുടെ അവസാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സൂര്യൻ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഭൂമിക്ക് അന്ത്യം സംഭവിക്കും. സൂര്യന്റെ ആയുസ് 15 ബില്യൺ വർഷമാണ്. സൂര്യന്റെ ഇനിയുള്ള ആയുസ് കണക്കാക്കി കഴിഞ്ഞാൽ തന്നെ 4 ബില്യൺ വർഷം കൂടി ഉണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. 4 ബില്യൺ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണെങ്കിലും അതിനു മുമ്പ് തന്നെ ഭൂമി ഇല്ലാതാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് കാരണമാകുന്നത് കത്തിത്തീരുന്നതോടുകൂടി സൂര്യന്റെ വലിപ്പം വർദ്ധിച്ച് അത് ഭൂമിയുടെ ഭ്രമണപഥത്തിന്റെ അത്രയും വലുതാകും. അതിനും അപ്പുറം കടന്നുപോകും. ഭൂമി സൂര്യന്റെ ഉള്ളിലാകും. ഈ സമയത്ത് ഭൂമിയും മറ്റു ഉപഗ്രഹങ്ങളുമെല്ലാം ഇല്ലാതെയാകും. കത്തിത്തീരുമ്പോൾ വീണ്ടും ചെറുതായി ന്യൂട്രോൺ സ്റ്റാറായി സൂര്യൻ മാറും. അന്ന് സൂര്യൻ അവസാനിക്കും. ഏതൊരു വസ്തുവിനെയും പോലെ ഭൂമിക്കും ഒരു തുടക്കവും അവസാനവും ഉണ്ടാകും എന്ന് തന്നെയാണ് ശാസ്ത്രലോകം വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.